അദ്ദേഹത്തിൻ്റെ എല്ലാ ദീനിയായ ഹിദമത്തുകളെയും കബൂൽ ചെയ്തിട്ട് അവർ പ്രഖ്യാപിച്ചതാണ്. നമുക്ക് തീയതി പ്രഖ്യാപിക്കണം, ദിവസം അതിൻ്റെ സ്ഥലം പ്രഖ്യാപിക്കണം. സ്ഥലം അന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തീയതി പ്രഖ്യാപിക്കും. അതുകൊണ്ടിട്ട് വരാൻ പോണതായ വലിയ സമ്മേളനം 26 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്ന സമ്മേളനം, അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനമാണ്. ഈ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് ബാംഗ്ലൂരിലുള്ള നമ്മളെ പ്രവർത്തകർ ബാംഗ്ലൂർ അവരൊരു ആസ്ഥാനം, നമുക്കൊരു സമസ്തക്കൊരു ആസ്ഥാനം വേണമെന്നുള്ളത് അവരൊക്കെ ആലോചിച്ചു. ഒരു വലിയ ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ടിട്ട് അവരെന്നെ അതിൽ ഒരുപാട്, അതിൻ്റെ മുക്കാഭാഗം എന്നല്ല, അതിൻ്റെ സിംഹഭാഗം അവരെന്നെ സംഘടിപ്പിച്ചു കൊണ്ടിട്ട് ഒരു ആസ്ഥാനം നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പേരിൽ. അപ്പം അവരെ ഒരു ആവേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അതിനൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഒന്നെങ്കിലും ഒന്ന് അങ്ങോട്ട് സമ്മാനിക്കണമല്ലോ. ആ സമ്മാനം എന്നാൽ നമ്മളെ ഈ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന്. രണ്ടാമത്, കർണാടകയിലുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകർ നടക്കുന്ന പല ഭാഗങ്ങളുണ്ട്. നമുക്കറിയാലോ, ബാംഗ്ലൂർ, കൊടക്, അതിന് ആ ഭാഗത്തുള്ള സ്ഥലം. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കും വലിയൊരു താല്പര്യം, അവർക്കും തന്നെ ഒരു ആഗ്രഹമാണത്. അവർക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്കും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമ്മാനമാണിത്. ഈ 100ാം വാർഷിക